തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി കൊണ്ടിരിക്കുന്ന ഒരു സിനിമ പെട്ടെന്നൊരു ദിവസം OTT വരികയാണ്. ഇത് നഷ്ടമല്ലേ? ശരി, ഹിറ്റായ സിനിമയെ സംബന്ധിച്ച് അത് വലിയ നഷ്ടമാണ്. സിനിമ എന്ന് പറയുന്ന ഒരു ഞാണിന്മേൽ കളിയാണ്. ഇപ്പോൾ ഒരു സിനിമ OTT വരുന്നത് 28ാമത്തെ ദിവസം അല്ലേ? അതെ. എന്നാൽ കരാറിലത് മാറ്റിക്കൂടെ? OTT-കാർ സമ്മതിക്കുന്നില്ല. 20 കോടി മുടക്കിയെടുക്കുന്ന ഒരു പടം എത്ര പൈസ കിട്ടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടും? എന്തായാലും ഒരു 65 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വന്നാലേ എല്ലാം വരുമാനോടെ വന്നാലേ ഉള്ളൂ പ്രോഫിറ്റ് ആകും. സായിക്ക് എത്ര പ്രതിഫലം? സായിക്ക് ഇന്ന് വരെ മലയാളം ഇൻഡസ്ട്രി കൊടുത്തേക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് വെച്ചാൽ ഒരു 2 കോടിക്ക് മേളിൽ കൊടുത്തു. ഒരു പുതിയൊരാൾക്ക് എങ്ങനെയാണ് 2 കോടി കൊടുക്കുക? ഇപ്പം നമ്മുടെ സിനിമയിലെ പാട്ട് ജാലക്കാരി തമിഴ്നാട്ടിൽ ഭയങ്കര വൈറലാണ്. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ ഒക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് സായിയിൽ തോന്നി. അൽഫോൺസിന്റെ പുറകെ എന്തുമാത്രം നടന്നിട്ടാ പുള്ളി അഭിനയിക്കാൻ റെഡിയായത്. ഓക്കെ പറഞ്ഞായിരുന്നു. ആദ്യം ഓക്കെ പറഞ്ഞില്ല, പിന്നെ ഓക്കെ പറഞ്ഞു. പിന്നെ പുള്ളിക്ക് ഇത് ചെയ്യാനൊക്കുമെന്ന് പേടിച്ചിട്ട് പുള്ളി 4 ദിവസം മുമ്പ് സിനിമയിൽ നിന്ന് വിഡ്രോ ചെയ്തു. സെന്റിമെന്റ്സും കൂടെ ഒക്കെ വർക്കൗട്ട് ചെയ്താണ് പുള്ളി അവസാനം അഭിനയിക്കാൻ വന്നത്. ലോക എന്ന് പറഞ്ഞ സിനിമ ഇൻഡസ്ട്രിയിൽ നടന്ന ഒരു അത്ഭുതമാണ്. ഇതിന്റെ കളക്ഷന്റെ കാര്യവും അത്ഭുതമായിരിക്കും. ഇപ്പം ലോകയുടെ കഥ വരെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ലോക എന്താന്ന് ഒഴിവാക്കാൻ ഈ മുമ്പുള്ള സിനിമ വരെ എനിക്ക് ഓഫീസ് പോലും ഇല്ലായിരുന്നു. എന്റെ ഓഫീസ് എന്റെ വണ്ടിയായിരുന്നു. ഹിറ്റ് പടങ്ങൾ ചെയ്തിട്ട് ഓഫീസില്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ 2022 ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയപ്പോഴേ അവര് പപ്പായോട് ചോദിച്ചു ഓഫീസ് എവിടെയാന്ന് ചോദിച്ചു. അപ്പോൾ അവന് ഓഫീസില്ല. നിങ്ങൾ വെറുതെ നുണ പറയാ, ഈ ബിസിനസ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഓഫീസിലായിരിക്കും. അല്ല, അവന് ഓഫീസിൽ, അവൻ വണ്ടിക്കകത്ത് മൊബൈലിലും ഒക്കെയാണ്. എന്നിട്ട് അവർ ചോദിച്ചു എവിടെയാ പുള്ളി വീട്ടിൽ ഇരുന്ന് കൂടുതൽ സമയം ഇരിക്കുന്നത്. ഒരു സോഫ ഉണ്ട്, ആ സോഫ കാണിച്ചു കൊടുത്തു. ആ സോഫ മുഴുവൻ അവർ കുത്തി കയറി ഇൻകം ടാക്സുകാർ. സാർ, ഇപ്പോൾ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലോക എക്സാമ്പിൾ എടുക്കാം. തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി കൊണ്ടിരിക്കുന്ന ഒരു സിനിമ പെട്ടെന്നൊരു ദിവസം OTT വരികയാണ്. ഇത് നഷ്ടമല്ലേ? ശരിക്കും ഒരു ഹിറ്റായ സിനിമയെ സംബന്ധിച്ച് അത് വലിയ നഷ്ടമാണ്. കാരണം അത് കഴിഞ്ഞ് ഓടിയാൽ അവർക്ക് വീണ്ടും ചിലപ്പം ഒരു 4-5 കോടി രൂപ ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു ഞാണിന്മേൽ കളിയാണ്. ഓക്കെ, ഷൂട്ടിംഗ് ഉള്ള സമയത്ത് വിറ്റ് കാശ് മേടിച്ചാൽ അത് കഴിഞ്ഞ് സിനിമ എങ്ങാനും വിജയിച്ചില്ലെങ്കിൽ ഇപ്പം 10 കോടി കിട്ടുന്ന സാധനം അന്നേരം അവർ 2 കോടി 3 കോടി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രൊഡ്യൂസേഴ്സും അതിനുള്ള റിസ്ക് എടുക്കത്തില്ല. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർ 28ാമത്തെ ദിവസം OTT സിനിമ വരുന്നത്. ഇപ്പോൾ ഒരു സിനിമ OTT വരുന്നത് 28ാമത്തെ ദിവസം അല്ലേ? അതെ, 28ാമത്തെ ദിവസം. എന്നാൽ കരാറിലത് മാറ്റിക്കൂടെ? ഒരു 50 ദിവസം 60 ദിവസം? അത് പ്രൊഡ്യൂസർ അസോസിയേഷനും ഒക്കെ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ OTT-കാർ സമ്മതിക്കുന്നില്ല. കാരണം ഇതെപ്പോഴും ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളുടെ തിരുത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. 40 അത് 28 ആക്കിയതാണ്. ഓക്കെ, ഇനി അത് കുറയ്ക്കാതിരുന്നാൽ മതി. സാറിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ബൾട്ടി. അതെ, ബൾട്ടിയുടെ ട്രെയിലർ കണ്ട പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇത് ഓണം റിലീസ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ടീസറൊക്കെ വന്നത്. അതെ, എന്താ ഓണത്തിന് മാറാൻ കാരണം? ഓണത്തിന് മാറാൻ കാരണമെന്ന് പറയുന്നത് 2 കാരണമുണ്ട്. ഒന്ന്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നേക്കാളും ശക്തനായിട്ട് ഒരാൾ വന്നാൽ അവരുമായിട്ട് ഗുസ്തി പിടിക്കാൻ പോകാതിരിക്കുക എന്ന് വെച്ചാൽ താഴെയുള്ളവരോട്ട് ഗുസ്തി പിടിക്കണം എന്നല്ല അർത്ഥം. ഓക്കെ, എൻ്റെ തന്നെ ഒരു സിനിമയാണ് നാരദൻ എന്നുള്ള സിനിമ. അത് അന്ന് മമ്മൂക്കാടെ ഭീഷ്മപർവ്വം അതിൻ്റെ കൂടെ റിലീസ് ചെയ്തു. നാരദൻ എന്ന് പറഞ്ഞ സിനിമ ആരും അറിയാതെ പോയി എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥ നമുക്ക് വരണ്ട. കാരണം ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം, ദുൽഖർ കമ്പനിയുടെ ലോക, പിന്നെ ഫഹദിൻ്റെ ഓടും കുതിര ചാടും കുതിര, 3 പടം വരുന്ന കൂടെ ഞാനും കൂടെ കൊണ്ടിട്ടാൽ നമ്മൾ അതിനിടയിലേക്കായി പോകണ്ട എന്ന് വിചാരിച്ച് മാറിയതാണ്. ബൾട്ടിക്ക് എത്രയാണ് ബഡ്ജറ്റ്? മറ്റേ ഫസ്റ്റ് പ്രിൻ്റ് ആകുന്നോടം വരെ ഏകദേശം 21 കോടി രൂപയുടെ ബഡ്ജറ്റായിട്ടുണ്ട്. ആണോ? ഷൈൻ നിഗത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ പടമാണോ? ഷൈൻ നിഗത്തിന്റെ കരിയറിൽ ഏറ്റവും ബഡ്ജറ്റ് കൂടിയതായിരിക്കത്തില്ല. മാത്രമല്ല ഷൈൻ നിഗത്തിന്റെ കരിയറിലെ ഒരു 3 ഇരട്ടി പൈസ ആയ സിനിമയാണ്. കുറേ ആൾക്ക് സംശയമുണ്ട് ഇത് തമിഴാണോ മലയാളമാണോ? ഈ സിനിമയ്ക്കകത്ത് ഞാൻ കേരള തമിഴ്നാട് അതിർത്തിയിൽ കൊഴിഞ്ഞമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് കിടക്കുന്ന കഥയാണ്. അത് കറക്റ്റ് തമിഴ്നാട് അതിർത്തിയാണ്. ആ അതിർത്തിയിൽ ആൾക്കാർ സംസാരിക്കുന്ന പോലെ തന്നെ 60% മലയാളവും 40% തമിഴുമാണ് ഈ സിനിമയിലെ ഭാഷ തന്നെ. ഓക്കെ, ആക്ടേഴ്സും അതുപോലെ തന്നെ. ഇപ്പം മലയാളത്തിൽ നിന്ന് ഷെയ്നുണ്ട്, പൂർണിമ ഇന്ദ്രിയത്തുണ്ട്, അൽഫോൺസ് പുത്രനുണ്ട്. അൽഫോൺസ് പുത്രൻ നമ്മൾ മലയാളിയായിട്ട് കൂട്ടണ്ട, തമിഴ്നാട്ടിൽ സെറ്റിൽഡായിട്ട് ഒത്തിരി നാളായി. തമിഴിൽ നിന്ന് അതുപോലെ തന്നെ സെൽവരാഘവൻ സാറുണ്ട്, ധനുഷിൻ്റെ ബ്രദർ. ശാന്തനു ഭാഗ്യരാജ് ഉണ്ട്. തെലുങ്കിൽ നിന്ന് പ്രീതി അസ്രാണിയുണ്ട്. കാരണം നമ്മൾ ഈ ആക്ടേഴ്സിനെ വെച്ചേക്കുന്നതും ആ പ്രൊപ്പോർഷനിൽ തന്നെയാണ്. എന്നാലും ഇത് മലയാളം പടം കേരളത്തിൽ ഇറങ്ങുന്നത് 60% മലയാളം ഭാഷയിലും 40% തമിഴ് ഭാഷയിലുമാണ്. തമിഴ്നാട്ടിൽ ഇറങ്ങുന്നത് 100% തമിഴ് ഭാഷയിലാണ്. ഒരേ സമയം കേരളത്തിലും തമിഴ്നാട്ടിലും റിലീസ്? അതെ, 26-ാം തീയതി 2 റിലീസ് ചെയ്യണം. ഈ പാൻ ഇന്ത്യ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി.
ഇപ്പോൾ തമിഴ്നാട്ടിലെയും കന്നഡയിലെയും പടങ്ങളൊക്കെ ഇവിടെ ഹ്യൂജ് റിലീസ് ഉണ്ട്. ശരിക്കും മലയാള സിനിമ എന്താ അതുപോലൊരു വലിയ ഹ്യൂജ് റിലീസ് തമിഴ്നാടിൻ്റെ മുക്കിലും മൂലയിലും ചെയ്യാതെ? ഈ കോയമ്പത്തൂര്, ചിലപ്പോൾ സേലം അല്ലെങ്കിൽ ചെന്നൈ, ഇവിടെയൊക്കെ ഉള്ളൂ മലയാള സിനിമകൾ തമിഴിലാക്കിയാലും പൊക്കോണ്ടിരുന്നത്. ഓക്കെ. നമ്മുടെ തൃച്ചി, മധുര അങ്ങോട്ടുള്ള സൈഡുകളിൽ എന്നുവെച്ചാൽ ചെന്തമിഴ് എന്ന് പറയുന്ന സംസാരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഈ വിജയുടെയും രജനീകാന്തിൻ്റെയും അങ്ങനെയുള്ള 3, 4, 5 ആക്ടേഴ്സിൻ്റെ തമിഴ് പടം ഒക്കെ മാത്രമേ പോകത്തുള്ളൂ. അതിനെ മാറ്റിമറിച്ചത് ഇപ്പം ഒരു ലോക എന്ന് പറയുന്ന സിനിമയാണ്. ചിലപ്പോൾ എമ്പുരാനും കാണും കേട്ടോ. മുമ്പ് എമ്പുരാൻ അല്ലെങ്കിൽ ലോക എന്ന് പറയുന്ന സിനിമയാണ്. മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി. മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ മലയാളവും തമിഴുമായിട്ട് തന്നെയാണ് ഓടിയത്. അതും ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. അന്നേരം ഇപ്പം തമിഴ്നാട്ടിലെ ഈ ഏരിയയിലെ ഇപ്പം ഞാനിപ്പം എൻ്റെ പടം തമിഴ് ഒരാഴ്ച കഴിഞ്ഞ് റിലീസ് ചെയ്താൽ മതി എന്ന് ചിന്തിച്ചപ്പം തമിഴ്നാട്ടിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറയുന്നത് ഒരു കാരണവശാലും ഒക്കത്തില്ല, നിങ്ങൾ കൂടെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, റിലീസ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം മലയാളം പടങ്ങൾക്ക് അവിടെ ഡിമാൻഡ് ആയി തുടങ്ങി. തമിഴ്നാട്ടിലല്ലാതെ ഇപ്പോൾ മലയാളം പടങ്ങൾക്ക് ഡിമാൻഡുള്ള മറ്റ് സംസ്ഥാനം ഏതാ? കർണാടക, ആന്ധ്രയിലൊക്കെ? ആന്ധ്രയിൽ നിന്ന് നമ്മുടെ സിനിമ തെലുങ്കിൽ നമ്മൾ പിന്നത്തെ ആഴ്ച ഇറക്കുന്നുണ്ട്. കാരണം പിന്നത്തെ ആഴ്ച കാന്താരയും കൂടെ വരുന്നത് കൊണ്ടാണ് പിന്നത്തെ ആഴ്ച എന്ന് വെച്ചാൽ 9-ാം തീയതി നമ്മൾ തെലുങ്കും കന്നഡ ഇറക്കുന്നുണ്ട്. അത് ഡബ്ഡ് വേർഷൻ ഇറക്കുന്നുണ്ട്, ഹിന്ദിയും ഇറക്കുന്നുണ്ട്. ഇത് ഷെയ്ൻ നിഗത്തിൻ്റെ 25ാമത്തെ പടമാണ്. സാറ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ് ഷെയ്നിലേക്ക് എത്തിയോ, അതോ എങ്ങനെയാണ് ഷെയ്നിലേക്ക് എത്തണത്? ഇല്ല, ഈ സിനിമയിലെ കഥ പറയാൻ വേണ്ടി എൻ്റെ വീടും ഷെയ്ൻ്റെ വീടും താമസിക്കുന്നത് ഫ്ലാറ്റ് അപ്പുറത്തും ഇപ്പുറത്തുമാണ്. ഓക്കെ. നേരം ഷെയ്ൻ്റെ അടുത്ത് ഈ കഥ പറയാൻ വേണ്ടി ഡയറക്ടർ വന്നൊരു കൊച്ചു പയ്യനാണ്, ഉണ്ണി ശിവലിംഗം എന്നാണ് പേര്. ഈ ഉണ്ണി വന്നപ്പം ഷെയ്ൻ ഇത് ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണി ഇത് ചെറിയ പൈസയ്ക്കൊന്നും തീരുന്ന സിനിമയല്ല, അത് എടുക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എടുക്കാൻ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഷെയ്ൻ ഒത്തിരി മോശം അനുഭവങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുള്ള വ്യക്തിയാണ്. അന്നേരം അതുകൊണ്ടും കൂടി ആയിരിക്കും ഷെയ്ൻ അങ്ങനെ പറഞ്ഞത്. അന്നേരം അങ്ങനെ അവർ എന്നിലേക്ക് വന്നു. അന്നേരം ഞാൻ ഷെയ്നോട് ചോദിച്ചു, ഷെയ്നിന് താല്പര്യമാണ്, ഷെയ്നിന് ഭയങ്കര താല്പര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സിനിമയിലേക്ക് വന്നതാണ്. സായിലേക്ക് എത്തിയത് എനിക്കൊരു വലിയ മ്യൂസിക് സ്കൂളുണ്ട്, മ്യൂസിക് ലോഞ്ച് എന്ന് പറയും. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഒരു മ്യൂസിക് സ്കൂളാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് പാട്ടിനെ പറ്റി വലിയ അറിവോ ഒന്നും ഇല്ല. അന്നേരം ഞാനൊരു വലിയ പാട്ടിഷ്ടമാണ്, അല്ലാതെ ഒരു വലിയ പാട്ടിനെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ എന്നെ കൊണ്ട് ഒക്കത്തില്ല. പക്ഷെ നമ്മുടെ ഡയറക്ടറും നമ്മുടെ ഒക്കെ പറഞ്ഞു, ഇതുപോലൊരു നല്ല പാട്ടുകാരനുണ്ട്, ഭയങ്കര അയാളുടെ മ്യൂസിക് ആൽബംസൊക്കെ ഭയങ്കര ഹിറ്റാണ് എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ ഒന്ന് അദ്ദേഹത്തെ ഒരു ചേഞ്ച്, ഞാനെപ്പോഴും ചേഞ്ചുകൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം നമ്മുടെ സിനിമയ്ക്ക് ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് ഇന്നലെ അദ്ദേഹമായിട്ട് ചെന്നൈയിലൊരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. പുള്ളി ആദ്യമായിട്ടൊരു പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്തേക്കുന്നത്. പുള്ളി നമ്മുടെ സിനിമ ഒപ്പിട്ടിട്ട് അത് കഴിഞ്ഞ് 4 മാസം കൊണ്ട് 14 സിനിമ 12 തമിഴ് പടവും 2 തെലുങ്ക് പടവും ഒപ്പിട്ടു. സായിക്ക് എത്ര പ്രതിഫലം? സായിക്ക് ഇന്ന് വരെ മലയാളം ഇൻഡസ്ട്രി കൊടുത്തേക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് വെച്ചാൽ ഒരു 2 കോടിക്ക് മേളിൽ കൊടുത്തു. ഒരു പുതിയൊരാൾക്ക് എങ്ങനെയാണ് 2 കോടി കൊടുക്കുക? നമുക്ക് ഒരാളിൽ നിന്നൊരു ഒരു ഇത് വരുമാണ് എന്ന് നമുക്കൊരു വിശ്വാസം. നമ്മൾ ഇപ്പം നമ്മുടെ സിനിമയിലെ പാട്ട് ജാലക്കാരി തമിഴ്നാട്ടിൽ ഭയങ്കര വൈറലാണ്. എല്ലാ ദിവസവും റീൽസ് ഇങ്ങനെ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ ഒക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് സായിയിൽ തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ എന്താ പറയുന്നത്, ആൽബംസിന് 2 കോടി 3 കോടി ആൾക്കാരാണ് കയറി കാണുന്നത്. അൽഫോൺസ് എങ്ങനെയാ ബൾട്ടിയിലെ നെഗറ്റീവ് റോളിലേക്ക് വരുന്നത്? ഈ സിനിമയിൽ ഷെയ്ൻ മാത്രമാണ് ആദ്യം ഉള്ളത്. എനിക്കൊരു നല്ല ഡയറക്ടറെ ഇതിനകത്ത് നല്ലൊരു പ്രൊഡ്യൂസറെ എനിക്കൊരു പാർട്ണറായിട്ട് കിട്ടി. ഈ പാർട്ണർ എന്ന് പറയുന്നത് അദ്ദേഹം എൻ്റെ പഴയ സുഹൃത്താണ്. അദ്ദേഹം ദുബായ് ബിസിനസ്സുകാരനാണ്. ഞങ്ങൾ രണ്ടും കൂടെ കൂടിയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നമ്മൾ ഓരോരുത്തരെയും ഹാൻഡ് പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ റോൾ അഭിനയിക്കാൻ നമ്മൾ പലരെ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു. ഒരാൾ പോലും പറ്റുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് ചിന്തിച്ചു, കേരളത്തിൽ ചിന്തിച്ചു. നമ്മുടെ മനസ്സിൽ അൽഫോൺസ് മാത്രമാണ്. അൽഫോൺസിൻ്റെ പുറകെ എന്തുമാത്രം നടന്നിട്ടാണ് പുള്ളി അഭിനയിക്കാൻ റെഡിയായത്. ഓക്കെ പറഞ്ഞായിരുന്നോ? ആദ്യം ഓക്കെ പറഞ്ഞില്ല, പിന്നെ ഓക്കെ പറഞ്ഞു. പിന്നെ പുള്ളിക്ക് ഇത് ചെയ്യാനൊക്കെ പേടിച്ചിട്ട് പുള്ളി 4 ദിവസം മുമ്പ് സിനിമയിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഞങ്ങൾ ടെൻഷൻ അടിച്ചു. അവസാനം ഡയറക്ടറോട് ഞാൻ പറഞ്ഞു, നീ പുള്ളിക്കൊരു മെസ്സേജ് അയക്കുക, ഞാൻ വലിയ പ്രശ്നത്തിലാണ്, അവൻ വലിയ പ്രശ്നത്തിലാണ്. അങ്ങനെ സെൻറ്റിമെൻസും കൂടെ ഒക്കെ വർക്കൗട്ട് ചെയ്താണ് പുള്ളി അവസാനം അഭിനയിക്കാൻ വന്നത്. അൽഫോൺസിനൊരു ബാക്കപ്പ് ഉണ്ടായിരുന്നു, എങ്ങാനും അവസാന നിമിഷം പിന്മാറിയ? സത്യമായിട്ടും ബാക്കപ്പ് വെക്കേണ്ട ആയിരുന്നു എന്ന് വെച്ചാൽ അത്രയും ഒരു പക്ഷേ നമ്മളൊന്നും വെച്ചില്ല. അൽഫോൺസ് അഭിനയിക്കുന്ന ആദ്യത്തെ ദിവസം ഞാനവിടെ ഷൂട്ട് സെറ്റിലുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് പുള്ളി അത് കൈകാര്യം ചെയ്തു. ആണോ? സെൽവരാഗനോ? അപാര നടനാണ്. കാരണം അദ്ദേഹത്തെ കാണുന്ന പോലെയല്ല സിനിമയിൽ. ആ സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം സെൽവരാഘവൻ സാറിന് നമുക്ക് ഈ സിനിമയിൽ ഒരു പകരക്കാരനില്ല. ഇപ്പം നമ്മൾ പഴയ നരേന്ദ്രപ്രസാദ് സാറിനെ പോലെയൊക്കെ എന്താ പറയുന്നത്, ഏത് രൂപവും ഭാവവും ഒക്കെ എടുക്കാൻ നോക്കുന്ന ഒരു അസാമാന്യ
ആക്ടറാണ് സെൽവരാഘവൻ സാർ. തമിഴ്നാട്ടിൽ പുള്ളിയുടെ ഫാൻസ് ഇന്നലെ ഞങ്ങൾ ലോയോള കോളേജിൽ പരിപാടിക്ക് പോയി. ആൾക്കാരുടെ കയ്യടി കാണണം ഈ പുള്ളിയുടെ പേര് പറയുമ്പോഴും. പുള്ളി കോയമ്പത്തൂർ ഒരു ഫംഗ്ഷന് പോയിട്ട് പുള്ളി ഇല്ല, പുള്ളിയുടെ പടം ഒന്ന് ജസ്റ്റ് ഇതൊക്കെ ഓടിപ്പോയത് ആൾക്കാർ കൈയടിക്കുന്നത് കാണണം. എങ്ങനെ സെൽവരാഘവനിലേക്ക് എത്തി? ഡയറക്ടർ ഇങ്ങനെ എന്നോട് പറയും, 2-3 പേരുടെ പേര് പറഞ്ഞു. ഒന്ന് സെൽവരാഘവൻ സാറ്, പിന്നെ ആരായിരുന്നു, ഞാൻ പറഞ്ഞു നമുക്ക് സെൽവരാഘവൻ സാറിനെ തന്നെ ചെയ്യാം. പക്ഷേ ഈ ഡയറക്ടർ പുതിയതായ കാര്യം പരിചയമില്ല. ഞാൻ അന്നേരം തന്നെ നമ്മുടെ സുരേഷ് ബാലാജി, സുരേഷ് ഏട്ടൻ, നമ്മുടെ ലാലേട്ടൻ്റെ അളിയൻ, അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം സെൽവരാഘവൻ സാറിനോട് പറഞ്ഞു, ഇങ്ങനെ സന്തോഷ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറുണ്ട്, മലയാളത്തിൽ നല്ല സിനിമകളൊക്കെ എടുത്തിട്ടുള്ളതാണ്, സിനിമകളുടെ പേരൊക്കെ പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞു വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഡയറക്ടറോട് പോയി കഥ പറഞ്ഞു. പുള്ളി കഥ ഒറ്റ ഇരിപ്പിലിരുന്ന് കേട്ടു, പുള്ളിയുടെ ഫ്ലാറ്റിലിരുന്ന്. പുള്ളി പറഞ്ഞു നല്ല പുള്ളി വലിയ ഡയറക്ടറും കൂടെ ആണല്ലോ, അറിയാമല്ലോ, വലിയ ധനുഷിനെ കൊണ്ടതൊക്കെ പുള്ളി ഹൈറ്റാക്കി. പുള്ളി പറഞ്ഞു എനിക്ക് കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അസാമാന്യ ക്ലൈമാക്സ് ആണ്, ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു. വലിയൊരു ശമ്പളമാണ് ആദ്യം ചോദിച്ചത്. അത് പിന്നെ നമ്മൾ വെട്ടിക്കുറച്ച് കൊടുത്തു. സാറിൻ്റെ പടം കണ്ട്, മലയാള പടം കണ്ടതിനെ കുറിച്ചൊക്കെ സെൽവരാഘവൻ പറഞ്ഞു. നമ്മുടെ പടങ്ങൾ ദൈവം സഹായിച്ചിട്ടൊരു വലിയ ഇതെന്ന് പറയുന്നത്, തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ആറെടുത്ത് ചെല്ലുമ്പോഴും നമ്മുടെ സിനിമകൾ എല്ലാം കണ്ട ആൾക്കാരാണ് മിക്കവരും. മായാനദി, മഹേഷിൻ്റെ പ്രതികാരം, എന്നാൽ താൻ കേസോട്, ഇതെല്ലാം കണ്ടിട്ടുള്ള ആൾക്കാരാണ് അവിടെയുള്ള എല്ലാവരും. ഇവരെല്ലാം കണ്ടിട്ടുള്ളതാണ്. ശരിക്കും കഴിഞ്ഞൊരു കോവിഡിന് ശേഷം കഴിഞ്ഞൊരു 3-4 വർഷം കൊണ്ട് മലയാള സിനിമയുടെ ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് കൂടിയും തോന്നുന്നുണ്ടോ? ഇതിനകത്ത് മലയാള സിനിമയുടെ ബഡ്ജറ്റ് കൂടി എന്ന് വെച്ചാൽ ഒരു 10-20% ചിലപ്പം കൂടി കാണാം. പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഇത്രയും ബഡ്ജറ്റാകാൻ കാരണം ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് ക്യാമറാമാൻ അലക്സ് പുളിക്കനാണ്, നല്ല ശമ്പളം മേടിച്ചിട്ടുണ്ട്. പുള്ളി ഇല്ലാതെ നമുക്ക് ഒക്കത്തില്ല ഈ സിനിമയിൽ, കാര്യം ഡയറക്ടർ പുതിയതാണ്. കാര്യം ടെക്നിക്ക് അത്രയും വിഷ്വൽ ഉള്ള സിനിമയാണിത്. പിന്നെ എഡിറ്ററായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ശിവശങ്കർ പണിക്കരാണ്. അദ്ദേഹം മലയാളം ചെയ്തിട്ടില്ല, പക്ഷെ തമിഴിലെ കില്ല്, ഉറി അങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്തേക്കുന്ന വലിയ എഡിറ്ററാണ്. അതുപോലെ ഒരു എഡിറ്റർ നമുക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ ഓരോരുത്തരെ നമ്മൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഈ സിനിമയ്ക്ക് മുമ്പ് ഇവർക്കൊരു 10 ഷെയ്നും ബാക്കി 3 മെയിൻ ആക്ടേഴ്സും ഇവിടെ കേരളത്തിൽ അവർ ഒരു 25 ദിവസം ബൾട്ടി അടിക്കാൻ അവർക്ക് പ്രാക്ടീസ് കൊടുത്തു. ഹോളിഡേ ഇന്നിൽ അവരെ താമസിപ്പിച്ച് അവിടെ അടുത്തൊരു ജിമ്മിലാണ് അവർക്ക് പ്രാക്ടീസ് കൊടുത്തത്. സത്യത്തിൽ ബൾട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ബൾട്ടി അടിക്കുക എന്ന് വെച്ചാൽ സമ്മർസോൾട്ട് അടിക്കത്തില്ലേ, അതാണ് ബൾട്ടി എന്ന് പറയുന്നത്. ഓക്കെ. ശാന്തനുമൊക്കെ വന്ന് പഠിച്ചാ? ശാന്തനു ഇവിടെ ഉണ്ടായിരുന്നു, ഫാനലായിട്ട് പഠിച്ചു. ശാന്തനു ഇവർ 4 പേരും പഠിച്ചു. അത് കഴിഞ്ഞ് ഇവർ നേരെ പാലക്കാട് പോയി. പാലക്കാട് ഒരു 20-25 ദിവസം താമസിച്ച് കേരള ടീമിൻ്റെ കോച്ച് രമേശ് സാർ എന്നാന്ന് തോന്നുന്നു, അദ്ദേഹം ഇവരെ കബഡി പഠിപ്പിച്ചു. അങ്ങനെ കബഡിയും പഠിച്ചു ഇവർ. എന്നിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് പോയത്. എന്നിട്ട് അതൊക്കെ നമുക്ക് നല്ലൊരു എക്സ്പെൻസ് ഈ സിനിമയിൽ ഉണ്ടാക്കി. പിന്നെ ഈ സിനിമയ്ക്ക് അതൊരു 10-35 ദിവസം നൈറ്റ് ഷൂട്ടുണ്ട്. തമിഴ്നാട്ടിൽ വെള്ളത്തിലിറങ്ങിയാൽ വരെ സ്റ്റണ്ട് ചെയ്യുന്നവർക്ക് വാട്ടർ ബാറ്റ എന്ന് പറയുന്ന ബാറ്റ ഉണ്ട്. തമിഴ്നാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത് കൊടുക്കാതിരിക്കാനൊക്കത്തില്ല. ശരിക്കും എന്തൊക്കെ ബാറ്റയുണ്ട് ഒരു സിനിമയിൽ? സിനിമയ്ക്കകത്ത് കേരളത്തിലെ ബാറ്റ, മറ്റേ നൈറ്റ് ബാറ്റ, മോർണിംഗ് ബാറ്റ അങ്ങനെയൊക്കെ ഉള്ളൂ. തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിൽ ചവിട്ടി ഒരു സ്റ്റണ്ട് ചെയ്താൽ നൈറ്റ് ബാറ്റ കൊടുക്കണം. ഡാൻസുകാർക്ക് അങ്ങനെ ഇന്ന സമയം കഴിഞ്ഞാൽ ഭയങ്കര, കേരളം എന്ത് ബെറ്റർ അങ്ങനെ നോക്കുമ്പോൾ. ശരിക്കും ഒരു സിനിമ എടുക്കാൻ എത്ര കാശ് വേണം കയ്യിൽ? സിനിമ എങ്ങനെ വേണേലും എടുക്കാം. ഇപ്പം ഞാൻ പറയട്ടെ, ബൾട്ടി എന്നുള്ള സിനിമ ഇപ്പം നമ്മൾ ആദ്യം ഇത് എഡിറ്റ് ചെയ്തു, നമുക്ക് എഡിറ്റിങ്ങിൽ ചില പാളിച്ച തോന്നി, നമ്മൾ വീണ്ടും റീ എഡിറ്റ് ചെയ്യിച്ചു. അതേ ആളെ കൊണ്ട് തന്നെ റീ എഡിറ്റ് ചെയ്യിച്ച് വീണ്ടും VFX എല്ലാം മാറ്റി. നമുക്ക് അവിടെ ഒരു 35 ലക്ഷം രൂപ എക്സസ് വന്നു. ആ റീ എഡിറ്റിൻ്റെ ചിലവായ 35 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ സിനിമ എടുക്കാം, ഒരു സിനിമ വേണമെങ്കിൽ എടുക്കാം. ഞാൻ പറഞ്ഞത് സന്തോഷ് പണ്ഡിറ്റൊക്കെ അങ്ങനെ എടുത്തിട്ടില്ലേ, നേരെ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇപ്പം നമ്മുടെ സിനിമ ഇപ്പം ഡബ് ചെയ്യാണ്, സാറിന് OTT-ക്കാണ് ഡബ് ചെയ്യുമ്പോൾ നമ്മൾ പാട്ടൊക്കെ ഡബ് ചെയ്യുന്നവർ തന്നെ ഇടുവാണ്. പക്ഷേ ഞാൻ എൻ്റെ സിനിമ ഡബ് ചെയ്യുമ്പം ഈ മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് തന്നെ വീണ്ടും ചെയ്യിക്കുവാണ്. ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ പിള്ളേരോടും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ആഫ്റ്റർ വി ഡൈ ഒൺലി അവർ നെയിം റിമെയിൻസ്. കാര്യം ഞാൻ ചത്തു കഴിഞ്ഞാലും പിള്ളേരോട് പറയുമ്പോൾ ചിലപ്പോഴേ നിൻ്റെ അപ്പം പണ്ടെടുത്തൊരു സിനിമ ഇന്ന വലിയ നല്ല സിനിമ ഇതായിരുന്നു, ഏതാ സിനിമ കൊണ്ട് മാത്രമല്ല എല്ലാ രീതിയിലും ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. നേരെ ആ ഒരു പെർഫെക്ഷൻ വരെ ഞാൻ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സിനിമ ഒരു 50 ലക്ഷം രൂപയ്ക്കും എടുക്കാം, സിനിമ എടുക്കാൻ 22 കോടിക്കും എടുക്കാം. ഈ ബൾട്ടി ഒരു തെലുങ്ക് പ്രൊഡ്യൂസർ എടുത്താൽ ഇതിന് 50 കോടിയാവും, തമിഴ് പ്രൊഡ്യൂസർ എടുത്താൽ 45 കോടിയാവും. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ആക്കാം. ഞാൻ കുറച്ച് സ്റ്റാർസിൻ്റെ പേര് പറയാം, അവരെ വെച്ചൊരു പടം എടുക്കണമെങ്കിൽ ഏകദേശം എത്ര രൂപ ചിലവ് വരുന്നു സാർ പറഞ്ഞു? അത് അല്ലല്ല, ഞാൻ അവരെ വെച്ചെടുക്കുന്നതല്ല. സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ എന്നാൽ താൻ കേസ് കൂടെ സിനിമയ്ക്ക് എനിക്ക് ചിലവായത് 10 കോടി രൂപയാണ്. അതിനകത്ത് ചാക്കോച്ചൻ്റെയും എല്ലാ ആക്ടേഴ്സിൻ്റെയും സാലറിയും കൂടെ 25% ഉള്ളൂ. ബാക്കി
25 പോലും ഇല്ല. ടെക്നീഷ്യൻ അടക്കം എനിക്കൊന്ന് 35% ഉള്ളൂ. ബാക്കി 65% ആ സിനിമയുടെ സെറ്റ് ഉണ്ടാക്കാനും ആ സിനിമ ഷൂട്ട് ചെയ്യാനുമായ പൈസയാണ്. ഓക്കെ. ഇപ്പോൾ പെണ്ണും പൊറോട്ടും എന്നുള്ള എൻ്റെ സിനിമ പുതിയത് ഇനി ഇറങ്ങാനുള്ള ഇതിനു മുമ്പ് ഷൂട്ട് ചെയ്ത് ആ സിനിമയിൽ മലയാളത്തിൽ നിന്ന് ഒരു ആക്ടേഴ്സും ഇല്ല, എല്ലാം പുതുമുഖങ്ങളാണ്. എനിക്ക് 7 കോടിക്ക് മുകളിൽ ചിലവായി പടത്തിന്. എന്താ പടത്തിൻ്റെ പ്രത്യേകത? ഞാൻ അതിനകത്ത് മൃഗങ്ങൾ ഏറ്റവും മുഴുവൻ മൃഗങ്ങളും 250 പുതിയ ആക്ടേഴ്സുമാണ് അഭിനയിക്കുന്നത്. പക്ഷേ അത് വളരെ റിസ്കി ആയിട്ട് എടുത്തേക്കുന്ന ഒരു സിനിമയാണ്. അന്നേരം ആ സിനിമയ്ക്ക് 7 കോടി രൂപയായി. കാരണം അതിൻ്റെ ഷൂട്ടിങ് ഇത് ഈ പെണ്ണ് ബൾട്ടിയുടെ അത്രയും ദിവസം എടുത്തു. പിന്നെ മൃഗങ്ങളെയൊക്കെ അഭിനയിപ്പിക്കണ്ടേ, അന്നേരം അതിൻ്റെയൊക്കെ താമസം കൊണ്ടുമൊക്കെ. എത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തെടുത്തു? അതെനിക്ക് വന്ന് 85 ബൾട്ടി 93. രാജേഷ് മാധവൻ അല്ലേ ഈ സിനിമ ഡയറക്ടർ? രാജേഷ് മാധവൻ. രാജേഷ് നമ്മുടെ കൂടെ ഒത്തിരി മഹേഷിൻ്റെ പ്രതികാരം തൊട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. അങ്ങനെ രാജേഷ് ആദ്യത്തെ പടം ഇങ്ങനെ എൻ്റെ കൂടെ എടുക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് എടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റാർസിൻ്റെ പേര് പറയാം. ഏകദേശം അവരെ വെച്ചൊരു പടം എടുക്കണമെങ്കിൽ അവരുടെ പ്രതിഫലം ഒരു സാർ ഏകദേശം ഒരു എമൗണ്ട് എത്രയാവുമെന്ന് എനിക്ക് പറഞ്ഞാൽ മതി. ഒന്ന് ലാലേട്ടനെ വെച്ച് ഞാനത് മിനിമം വെച്ച് പറയാം. ലാലേട്ടനെ വെച്ചൊരു പടം ഒരു 35 കോടി രൂപയ്ക്ക് ചെയ്ത് തീർക്കാനൊക്കും. ഓക്കെ. അടുത്ത മമ്മൂക്കായെ വെച്ചും ഏകദേശം അതൊക്കെ തന്നെ 30 30 to 35 ക്രോസിന് 25 to 30 ക്രോസിന് തീർക്കാനൊക്കും. ഇനിയിപ്പോൾ സാറിൻ്റെ പടത്തിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ച നായകൻ ടോവിനോ. എൻ്റെ പടത്തിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചേക്കുന്നത് ടൊവിനോയും സൗബിനും. ഓക്കെ. ടൊവിനോയ്ക്ക് ഒക്കെ ഒരു 20 ക്രോസിൻ്റെ ഒരു 15 to 20 ക്രോസിൻ്റെ ആവും. അടുത്ത ചാക്കോച്ചനെ വെച്ചൊരു 12 to 15 ക്രോസിന് ആകാം. ഫഹദ്. എനിക്ക് ഇവരുടെ ആരുടെയും ശമ്പളം കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നാലും ഞാൻ ശമ്പളം വെച്ചല്ല പറയുന്നത്. ഇവർ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റുകൾ വെച്ച് ചിന്തിച്ച് ഞാൻ പറഞ്ഞതാണ്. മഹേഷിൻ്റെ പ്രതികാരം അന്ന് നമുക്ക് ആയത് 5.5 കോടി രൂപ 5.25 കോടി രൂപയാണ്. ഇപ്പോൾ ഫഹദിനെ വെച്ചൊരു പടം എടുക്കണമെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 20 ക്രോസിന് മുകളിൽ വരും. അടുത്ത നസ്ലൻ. എനിക്ക് ഒരു പിടുത്തമില്ല. ഇപ്പോൾ ഇറങ്ങിയ ലോകയുടെ കോസ്റ്റ് നല്ല കോസ്റ്റ് ഒരുമാതിരി കോസ്റ്റ് ആയിട്ടുണ്ട്. അത് നസ്ലിൻ വന്നുകൊണ്ടല്ല കോസ്റ്റ് അയക്കുന്നത്. ആ സിനിമയിൽ ചെയ്തേക്കുന്ന പല CG അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് എടുത്തേക്കുന്ന പൈസയാണ്. 20 കോടി മുടക്കിയെടുക്കുന്ന ഒരു പടം എത്ര പൈസ കിട്ടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടും? എന്തായാലും ഒരു 65 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വന്നാലേ എല്ലാം വരുമാനോടെ വന്നാലേ ഉള്ളൂ പ്രോഫിറ്റ് ആകത്തുള്ളൂ. അതായത് 20 കോടി 55 കോടി രൂപ. ശ്രീനിവാസൻ മേഘ സിനിമയിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ വിതരണക്കാരെ പറ്റിക്കാനൊരു കണക്ക്, പ്രൊഡ്യൂസറിനെ പറ്റിക്കാനൊരു കണക്ക്, പഞ്ചായത്തിന് ടാക്സ് വെട്ടിക്കാനൊരു കണക്ക്, അങ്ങനെയൊക്കെ കണക്കുണ്ടോ? അങ്ങനെയൊന്നും ഇപ്പം നടക്കത്തില്ലല്ലോ. ഇപ്പോൾ ഒരിടത്ത് പോലും ഒരു പൈസ സിനിമയിൽ ക്യാഷ് ഇല്ലല്ലോ. എല്ലാ അക്കൗണ്ടിൽ കൂടെ ഉള്ള ഇടപാടുകളല്ലേ ഉള്ളൂ. പണ്ട് അതൊക്കെ വെക്കുമായിരുന്നു. ഒരു പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ ആയുള്ള ഏറ്റവും വലിയ ഗുണം എന്താ? ഒരു പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ ആയാൽ ഗുണമെന്ന് വെച്ചാൽ അയാൾക്ക് വ്യക്തമായിട്ട് അയാളുടെ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ആവശ്യമില്ലാതെ പൈസ കൺട്രോൾ ചെയ്യാം. പക്ഷേ നേരെ തിരിച്ചുകൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂഷനും അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നേരം അതും ഒരു എളുപ്പമുള്ള പണിയല്ല. നമ്മോട് ഒത്തിരി ആൾക്കാർ ജോലി ചെയ്യിക്കണം. ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ പലയിടത്തുനിന്നും കമ്മീഷൻ മേടിക്കാം, പല കാര്യങ്ങളുണ്ടാകാം. നേരം വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ ചെല്ലത്തില്ല. അങ്ങനെ ഇപ്പം എൻ്റെ സിനിമ എന്നാൽത്താൻ കേസോട് ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ് ആണ്. എനിക്ക് യാതൊരു തലവേനയില്ലായിരുന്നു. പക്ഷേ ആ പെർസെൻറ്റേജ് അവരെടുക്കും. ഇപ്പം എല്ലാ നായകന്മാരും സ്വന്തമായിട്ട് നിർമ്മാണ കമ്പനി തുടങ്ങുന്നുണ്ട്. ഈ നടന്മാരും നടിമാരൊക്കെ നിർമ്മാണ കമ്പനി തുടങ്ങിയാലുള്ള ഗുണം എന്താ, ദോഷം എന്താ? നിർമ്മാണ കമ്പനി തുടങ്ങിയാൽ ഉള്ള ഗുണം എന്ന് വെച്ചാൽ അവർ നിർമ്മാണ കമ്പനി തുടങ്ങിയാൽ ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സിനുള്ള ഗുണമെന്ന് പറയുന്നത് അവർ പെട്ടെന്നുള്ള നഷ്ടങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കുമ്പം അവർക്ക് പിന്നെ ചെയ്യുന്ന സിനിമകളിൽ ആ പ്രൊഡ്യൂസറോട് ഒരു സഹതാപമൊക്കെ ഉണ്ടാകാം. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? അവർ തന്നെ ഒരാൾ പ്രൊഡ്യൂസറാണ്. ആ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ടെൻഷന്, പ്രശ്നങ്ങൾ, പൈസ ചിലവ്, ഇതെല്ലാം പടം പൊട്ടിയും കൂടെ പോയാൽ, നഷ്ടവും വന്നാൽ അതുകൊണ്ട് അവർക്ക് മനസ്സിലാവും ബാക്കി പ്രൊഡ്യൂസർമാർ എന്താണ് അനുഭവിക്കുന്നതെന്ന്. ഇനി സാർ ഇതുപോലെ ചെയ്ത കുറച്ച് പടങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കാം. അപ്പോൾ സാർ അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു. സാറ് ചെയ്തതിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ? ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ എന്നാൽത്താൻ കേസോടും മഹേഷിൻ്റെ പ്രതികാരം. കാര്യം 2 സമയത്തും 6 കൊല്ലത്തെ ഡിഫറൻസ് ഉണ്ട്. അന്നേരം ആ മണി വാല്യൂൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ 2 ഒരേപോലെ ഹിറ്റാണ്. മഹേഷിൻ്റെ പ്രതികാരം അന്ന് എത്ര കളക്ട് ചെയ്തായിരുന്നു? എനിക്ക് തോന്നുന്നു നമുക്ക് പ്രോഫിറ്റ് ഏകദേശം 9.5 കോടി രൂപയോളം വന്ന സിനിമയാണ്. എനിക്ക് തോന്നുന്നു അന്നാണ് മലയാള സിനിമ കൂടുതൽ പ്രകൃതി അല്ലെങ്കിൽ റിയലിസ്റ്റിക്കിലേക്ക് ആ സിനിമ മാറിയത് മഹേഷിന്റെ പ്രതികാരം. അന്ന് ഇത് തോന്നിയായിരുന്നു ഇവരെന്താ കാണിച്ചു കൂട്ടുന്നത്, ആൾക്കാരുടെ ഡ്രസ്സ് വാങ്ങിക്കുന്നു. ദിലീഷ് പോത്തന്റെ അന്നത്തെ ഡയറക്ഷൻ ശൈലി കണ്ടപ്പോൾ എന്താ തോന്നിയത്? ദിലീഷൊക്കെ അസാമാന്യ ആൾക്കാരാണ്. നമ്മുടെ ഒത്തിരി പടത്തിൽ അസോസിയേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അറിയാമല്ലോ. സാറ് വിചാരിക്കാതെ ഹിറ്റായ സിനിമ? വിചാരിക്കാതെ പൊട്ടിപ്പോയ സിനിമ പറഞ്ഞാൽ പറയാം. ഹിറ്റായ സിനിമ എന്ന് പറയുന്നത് ഗാങ്സ്റ്റർ നീരാളി ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കറിയായിരുന്നു ഇത് രണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോയ പടമാണെന്ന്. അറിയായിരുന്നു. കാരണം ആ സിനിമയുടെ കണ്ടപ്പോഴേ ഞാൻ അത് എങ്ങാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഗാങ്സ്റ്റർ സിനിമ എല്ലാം തീർന്ന് കാണുന്ന തലേദിവസം, ഇന്ന് റിലീസാണെങ്കിൽ തലേദിവസം രാത്രി 11 മണിക്കാണ് കാണുന്നത്. ഞാൻ ആഷിക്ക്, റിമ എല്ലാം കൂടി ഇരുന്നാണ് കാണുന്നത്. ആ പടം കണ്ട് നേരെ ഞാൻ എയർപോർട്ടിൽ ചെന്നു. അവിടുന്ന് അടുത്ത ഫ്ലൈറ്റിന് കയറി കൊച്ചി വന്ന് നേരെ
ആന്റണി ചേട്ടൻ്റെ പെരുമ്പാവൂർ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ആന്റണി ചേട്ടനോട് പറഞ്ഞു, പുള്ളി രാവിലെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ, ചായ എടുത്തു, ഏട്ടാ പടം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് പറഞ്ഞു, ഒരു വിജയിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇത് തന്നെ നീരാളി ഞങ്ങൾ ബോംബെയിൽ പ്രിവ്യൂ ഇട്ട് കണ്ടപ്പം, ലാലേട്ടനും ഞങ്ങളെല്ലാം കൂടെ കണ്ടപ്പം അന്നേരം തന്നെ നമുക്ക് മനസ്സിലായി സിനിമ നമ്മുടെ കയ്യിൽ വിജയിക്കത്തില്ലെന്ന്. ആ വിജയിക്കത്തില്ലെന്നുള്ള പടങ്ങൾ വിജയിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഒരു സിനിമയും പരാജയപ്പെടുന്നത് ആൾക്കാർ അറിഞ്ഞുകൊണ്ട് പരാജയപ്പെടുന്നതല്ല, സിനിമ മോശമായിട്ട് പരാജയപ്പെടുന്നതാണ്. ലാലേട്ടന് മനസ്സിലായോ നീരാളി ഫ്ലോപ്പ് ആവുന്നു? അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, സുയി ചേച്ചി കണ്ട ഉടനെ എന്നോട് പറഞ്ഞു ഈ സിനിമ വിജയിക്കാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു. ഒന്നും വിചാരിക്കല്ലെന്ന്. ലാലേട്ടൻ മോനെ ഒന്നും പേടിക്കണ്ട, ലാലേട്ടൻ്റെ സ്ഥലം ഒന്നും പേടിക്കണ്ട, എല്ലാം നന്നായിട്ട് വരും. മരക്കാറോ? മരക്കാർ ഒരു ഫെയിലിയർ അല്ല. കാരണം മരക്കാറിന് മുടക്കിയ പൈസ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു 89 crores to 92 crores ആ പൈസക്ക് GST അടക്കം ചിലവായ പടമാണ്. മലയാള ഇൻഡസ്ട്രിയിൽ അതിന് മുമ്പ് എനിക്ക് തോന്നുന്നില്ല 20 കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ ഒരു പടം വന്നിട്ടില്ല. ആ സിനിമയ്ക്ക് വന്നേക്കുന്ന നഷ്ടം വെറും 5 കോടിയാണ്. മനസ്സിലായില്ലേ? 5 കോടി രൂപയാണ് ആ സിനിമയ്ക്ക് വന്നേക്കുന്ന നഷ്ടം. എന്ന് വെച്ചാൽ ആ സിനിമയുടെ 5% പോലും ആ സിനിമയ്ക്ക് നഷ്ടമായിട്ട് പോയിട്ടില്ല. അതൊരു നഷ്ടമല്ല അങ്ങനെ നോക്കുമ്പോൾ. മരക്കാറിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ചാരാ? ഓഫ് കോഴ്സ് ലാലേട്ടനായിരിക്കുമല്ലോ. ലാലേട്ടൻ കഴിഞ്ഞാൽ അർജുനാന്ന് തോന്നുന്നു. സുനിൽ ഷെട്ടി അന്ന് എത്ര പ്രതിഫലം വാങ്ങിച്ചു? സുനിൽ ഷെട്ടിയൊക്കെ ഈ പ്രിയൻ സാറുമായിട്ടുള്ള ബന്ധത്തിൽ ഒത്തിരി പൈസ കുറച്ചാണ് മേടിച്ചത്. സുനിൽ ഷെട്ടി, പ്രഭു ഇവരെല്ലാം കാശ്, അശോക് സെൽവൻ ഇവരെല്ലാം കാശ് വളരെ കുറച്ചാണ് മേടിച്ചത്. ഏറ്റവും ടെൻഷൻ അടിച്ച് ചെയ്ത പടം? ടെൻഷൻ അടിച്ച പടം ഈ ബൾട്ടി തന്നെയാണ്. കാരണം പടത്തിൻ്റെ ഇതുകൊണ്ടല്ല, ഇതിൻ്റെ വർക്ക് തീർക്കുക എന്ന് പറയുന്നത് ഭയങ്കര. ഇപ്പം എന്നാൽ താൻ കേസ് കൂടി സിനിമ ഇറങ്ങാൻ നേരം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ അവിടെ അരുൺ സി തമ്പി എന്ന് പറഞ്ഞ നമ്മുടെ എക്സിക്യൂട്ടീവ് ഇതും മിലന്ത് എന്ന് പറയുന്നത് പ്രീ പ്രൊഡക്ഷൻ്റെ അല്ല പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസറും പിന്നെ ആരാ ഡയറക്ടറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൂടെ കുക്ക് ചെയ്യാൻ ഒരാളും. ഈ ബൾട്ടിക്ക് നമുക്ക് വാവയുണ്ട്, സന്ദീപ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുണ്ട്, അരുണയും കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരെല്ലാം ഉണ്ട്. ഇത് മറ്റേ ഈ മുമ്പുള്ള സിനിമ വരെ എനിക്ക് ഓഫീസ് പോലും ഇല്ലായിരുന്നു. എൻ്റെ ഓഫീസ് എൻ്റെ വണ്ടിയായിരുന്നു, എൻ്റെ കാറായിരുന്നു. ആണോ? എനിക്ക് ഓഫീസില്ലായിരുന്നു. ഇപ്പോഴാണ് ഹിറ്റ് പടങ്ങൾ ചെയ്തിട്ട് ഓഫീസില്ലായിരുന്നു. ഞാൻ നമ്മുടെ വീട്ടിൽ 2022 ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയപ്പോഴേ അവർ പപ്പായോട് ചോദിച്ചു അത് ഓഫീസ് എവിടെയാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഓഫീസില്ല. നിങ്ങൾ വെറുതെ നുണ പറയാ, ഈ ബിസിനസ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഓഫീസിലായിരിക്കും. അല്ല, അവൻ ഓഫീസിൽ, അവൻ വണ്ടിക്കകത്ത് മൊബൈലിലും ഒക്കെയാണ്. എന്നിട്ട് അവർ ചോദിച്ചു എവിടെയാ പുള്ളി വീട്ടിൽ ഇരുന്ന് കൂടുതൽ സമയം ഇരിക്കുന്നത്. ഒരു സോഫ ഉണ്ട്, ആ സോഫ കാണിച്ചു കൊടുത്തു. ആ സോഫ മുഴുവൻ അവർ കുത്തിക്കീറി ഇൻകം ടാക്സുകാർ, അതിനടി വല്ലതും ഉണ്ടെന്ന് വിചാരിച്ചു. നേരെ ഇത് പറഞ്ഞ പോലെ ഈ സിനിമയ്ക്ക് മുമ്പ് പോലെ നമുക്ക് ഇപ്പോൾ ഈ സിനിമ ആയപ്പോൾ നമുക്ക് ഓഫീസിൻ്റെ മറ്റേ എഡിറ്റിംഗ് റൂമ് എല്ലാം ഉണ്ട്. എന്നിട്ടും ഈ സ്റ്റാഫ് എല്ലാം ഉണ്ടായിട്ടും നല്ല. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ചെന്നൈയിലായിരുന്നു, മ്യൂസിക്കിൻ്റെ ഫൈനൽ വരുവാണ്. ഇങ്ങനെ പലയിടത്ത് വർക്ക് നടക്കുന്നതുകൊണ്ട് നല്ല ടെൻഷനുള്ള സിനിമയാണ്. എന്നിട്ട് ആ സോഫ ഇൻകം ടാക്സ് പുതിയത് വാങ്ങിച്ചു. ഇൻകം ടാക്സ് ആ സോഫ മേടിച്ച് തന്നതല്ല, ഇത് കേട്ട് ഇനി അടുത്ത റെയ്ഡിനുള്ള സാധ്യതയാണ്. പക്ഷെ സാരമില്ല, നമുക്ക് പൈസ അല്ലാത്ത പൈസ ഒന്നുമില്ല. ഈ ഇൻകം ടാക്സ് വന്നതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാം. പൊതുവെ പ്രൊഡ്യൂസർമാരെ കുറിച്ച് ചില ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൽ കുറേ ബ്ലാക്ക് മണി ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ പറയുന്ന ആൾക്കാർക്ക് എന്താ ബ്ലാക്ക് മണി എന്ന് പോലും അറിയത്തില്ല. ഇപ്പം മനുഷ്യൻ്റെ ആരുടെയും കാശ് പോലും ഇല്ല. ഇന്നിപ്പം ഞാൻ രാവിലെ ചെന്നൈയിൽ ഒരു ടാക്സി എടുത്തു. ടാക്സിക്കാരൻ 304 രൂപ പറഞ്ഞു. ഞാൻ അവന് 500 കൊടുത്തിട്ട് പറഞ്ഞു 150 തന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്പർ സാർ എൻ്റെ ചേഞ്ച് ഇല്ല. പിന്നെ ഗൂഗിൾ പേ കറക്റ്റ് പൈസയാണ് കൊടുത്തത്. എനിക്ക് ഗൂഗിൾ പേ ഇല്ല, NRI ആയിരുന്നുകൊണ്ട്. ഇപ്പം NRI വെക്കും. നേരം ഈ ആരുടെയില്ല പൈസ ഉള്ളത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് തിരുവനന്തപുരത്ത് ഷെയിനുമായിട്ട് പോയപ്പോൾ പേഴ്സ് വെക്കുമ്പോൾ പേഴ്സിൽ 500 രൂപ പോലും ഇല്ല. കാരണം ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു പൈസ സിനിമയിലില്ല. ഓക്കെ, അടുത്തത് സെക്കൻഡ് പാർട്ട് എടുക്കണം തോന്നിയ പടം? ഇപ്പം സെക്കൻഡ് പാർട്ട് എടുക്കണമെന്ന് തോന്നിയത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സെക്കൻഡ് പാർട്ട് എടുത്താൽ കൊള്ളാം. നമ്മളൊരു കഥയൊക്കെ എഴുതിയതാണ്, ഏലിയൻ അളിയൻ എന്ന് പറഞ്ഞ്. അത് പക്ഷേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി. അനൗൺസ് ചെയ്തതാണ് ഡയറക്ടർ തന്നെ, എൻ്റെ ബർത്ത്ഡേ എന്ന് അനൗൺസ് ചെയ്തതാണ്. നല്ലൊരു കഥയായിരുന്നു. ഒരു പടം റീ റിലീസ് ചെയ്യാൻ ഒരുപാട് ചിലവാകുമോ? മായനദി റീ റിലീസ് ചെയ്യാനായിട്ട് അത്രയും പൈസ വേണ്ട. കാരണം അതെല്ലാം ലേറ്റസ്റ്റ് ഇതിലാണല്ലോ ചെയ്തേക്കുന്നത്. ഞാൻ ഈ ഫെബ്രുവരി 14 വാലന്റൈൻ ഡേക്ക് ആ സിനിമ റീ റിലീസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതും ചെയ്യുന്നുണ്ട്, ആർക്കറിയാം ചെയ്യുന്നുണ്ട്. ഓക്കെ, ആർക്കറിയ തിയേറ്ററിൽ വന്ന് 3ാമത്തെ ദിവസം കോവിഡായിപ്പോയി. 2ാമത് തിയേറ്റർ അടച്ചു. എന്നിട്ട് അതുകൊണ്ട് അത് തിയേറ്ററിൽ ഓടിയില്ല. മായനദി അന്ന് ഇത്രയും വലിയ ഹിറ്റായിരുന്നു? മായനദി വലിയ ഹിറ്റല്ലല്ലോ. കാരണം മായനദി ഭയങ്കരമായി ആൾക്കാർക്ക് പ്രശംസയുള്ള പടമാണ്. പക്ഷെ ഒരു ഫിനാൻഷ്യലി ഭയങ്കര ഹിറ്റാണെന്ന് വെച്ചാൽ ഫൈനാൻഷ്യലി അത് ഭയങ്കര ചെറിയ ഹിറ്റേ ഉള്ളൂ. 2 ഉണ്ടോ? മായനദി 2 ഉണ്ടോ? ഞാൻ തീരുമാനിച്ചിട്ട് മായനദിയുടെ ഡയറക്ടർ ആഷിഖ് അബുവാണ്. അതിൻ്റെ പടം എൻ്റെയാണ്. ഇപ്പം ഡ്രീം മിൽ സിനിമാസിൻ്റെയാണ് ഇപ്പം. പക്ഷെ അതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ റൈറ്റർ ശ്യാമാണ്. അവർക്ക് വിചാരിച്ചാൽ 2 ഉണ്ട്.
ഓക്കെ, അടുത്ത LJP പടം ഈമയോ. LJPയുടെ പടം നമ്മൾ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്തല്ല, തീരാതെ വന്നപ്പോൾ അവരുടെയും നമ്മൾ ഏറ്റെടുത്ത പടമാണ്, അതിൻ്റെ പ്രൊഡ്യൂസറുടെ ഏറ്റെടുത്ത പടമാണ്. അങ്ങനെ അതുപോലെ നല്ലൊരു പടം ആൾക്കാർ കാണാതെ പോകല്ല എന്ന് വിചാരിച്ച്, കാര്യം ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പുറത്ത് വരത്തില്ലായിരുന്നു, ആ പ്രോഡക്റ്റ് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മളത് ഏറ്റെടുത്ത പടമാണ്. ഗാങ്സ്റ്റർ മൂവിയിൽ ഇപ്പോഴും ട്രോളിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗുണ്ട്, നിന്റെ മരണം എന്നും നീ ഓർക്കണം. സാർ ഇതൊക്കെ കാണാറുണ്ടോ? പിന്നെ ഗാങ്സ്റ്റർ സിനിമയായിട്ട് മോശമല്ലായിരുന്നു, അത് കാലഘട്ടത്തിന് മുമ്പ് വന്ന പടമാണ്. ഗാങ്സ്റ്റർ സിനിമ ഇപ്പോൾ ഇറങ്ങുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വിജയിച്ചേനെ. കാരണം ഇപ്പോഴും അന്ന് ആ പല കാര്യവും അതിനകത്ത് കാണിച്ചത് ആൾക്കാർക്ക് ഇതാകുന്നില്ല. പിന്നെ ഗാങ്സ്റ്ററിൽ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ സ്ക്രിപ്റ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നു, അതിൻ്റെ പാളിച്ചകൾ ഒത്തിരി ഉണ്ടായി. ആൻഡോ ജോസഫ് ആയിരുന്നു അന്ന് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ഈ പുള്ളി വിഷുവിന് ഇറക്കാമെന്ന് പറഞ്ഞ് തിയേറ്ററുകാരുടെ നിന്നൊക്കെ അഡ്വാൻസുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്ന് മാറ്റി വെച്ച്, ഇപ്പം ഈ ബൾട്ടി ഓണത്തിന് ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു. ആ പടം ഒരു പെർഫെക്റ്റ് ആകാൻ വേണ്ടിയാണ്. അതുപോലൊരു അവസരം ഗാങ്സ്റ്ററിന് അന്ന് കിട്ടുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയാണ്. സാറിൻ്റെ പടത്തിൽ കാണിച്ചൊരു 4-5 സാധനങ്ങളുടെ പേര് പറയാം, അതിന് എത്ര ബഡ്ജറ്റ് വന്നു എന്നാണ് എനിക്കറിയേണ്ടത്. ഒന്ന് കുതിര, മരക്കാറിൽ ഞങ്ങൾ കണ്ട കുതിര. അത് നമ്മളൊരു ഫുൾ കൊട്ടേഷനാണല്ലോ കൊടുത്തത്. ഇത്ര കുതിരയ്ക്ക് ഹൈദരാബാദ് തന്നെ സപ്ലൈ ചെയ്യുന്നവരുണ്ട്, അവർക്ക് എനിക്ക് വന്ന് 300-200 കുതിര എങ്ങാണ്ട് അതിന് ഷൂട്ടിങ്ങിന് എടുത്തായിരുന്നു. ഓക്കെ, 200 കുതിര. അതിൻ്റെ പൈസ കറക്റ്റായിട്ട് ഞാൻ 200 കുതിര നമ്മൾ എന്നാന്ന് പറയും, ഞാൻ ഈ പല കാര്യങ്ങളും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അജുവും അതുപോലെ ധ്യാനൊക്കെ പറയുന്നിട്ടുണ്ട്, പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് റോൾ ചെയ്യുന്നു, പല ആൾക്കാരുടെ നിന്ന് കടം വാങ്ങിക്കുന്നു, അങ്ങനെ ചെയ്യാറുണ്ട് സാർ? ഇപ്പം വരെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അങ്ങനെ പൈസ ഒന്നും ആരുടെ നിന്നും മേടിക്കേണ്ടി വന്നിട്ടില്ല, നമ്മൾ തന്നെ അധ്വാനിച്ച. ഇതൊരു വലിയ റിസ്കി ബിസിനസ്സാണ്. ഈ റിസ്കി ബിസിനസ്സിൽ നമ്മൾ പൈസ റോൾ ചെയ്താലും തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഉള്ള പേരും കൂടെ പോവും. അല്ലെങ്കിൽ നമ്മുടെ പേര് കളയാൻ തന്നെ തീരുമാനിച്ചിരുന്നിരുന്നാൽ ഒരു കുഴപ്പമില്ല, റോളൊക്കെ ചെയ്ത് ബിസിനസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഷോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് സാറിൻ്റെ അടുത്ത് വന്ന് കഥ പറയണമായിരിക്കും, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഖത്തറിൽ ജോലി ചെയ്യുമ്പോൾ എന്നോട് 10,000 ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ബിനു, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവൻ ഡ്രൈവറല്ല, നമ്മുടെ കൂടെ കുക്കായിട്ടുമൊക്കെ എല്ലാം ആയിട്ടുണ്ട്. കട്ടപ്പന എൻ്റെ ഒരു സഹചാരിയാണ്. അന്നേരം ഞാൻ നല്ല മൂഡിലിരിക്കുമ്പോൾ പുള്ളി നല്ല പാസ്പോർട്ടുകൾ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോകും. സാറേ ഇയാൾക്കൊരു വിസ കൊടുക്കാമോ കൂടെ ജോലിക്ക്. അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലിക്ക് വന്നേക്കുന്ന കട്ടപ്പന പുള്ളിയുടെ സ്ഥലത്ത് നിന്ന്, ബിനുവിൻ്റെ 5 ഇരട്ടിയോ 500 ഇരട്ടിയോ സ്ഥലത്ത് നിന്നാണ്. ഒരു 10-40 പേരെ പുള്ളി അവിടെ നിന്ന് ജോലിക്ക് കൊണ്ടുവന്നു. ഒരു പൈസ പോലും പുള്ളി ആരുടെയും നമ്മൾ മേടിച്ചിട്ടില്ല. എല്ലാവരും വന്നു, ഒരുമാതിരി എല്ലാവരും രക്ഷപ്പെട്ടു, എല്ലാവരും നല്ല വീട് വെച്ചു, എല്ലാം വെച്ചു. എന്നാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ, എൻ്റെ കസിൻസ്, പലരുടെയും പാസ്പോർട്ടിൻ്റെ കോപ്പി പപ്പായും മമ്മിയും തന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി വെക്കും. അത് മേശപ്പുറത്തിരിക്കും. അത് അവർക്ക് വിസ കൊടുക്കാനേ ഒത്തിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഓരോ മൂഡിലുണ്ടാകുന്ന സംഭവങ്ങളാണ്. അവനറിയാം എൻ്റെ നല്ല മൂഡ് എപ്പോഴാണ്, ചീത്ത മൂഡ് എപ്പോഴാണ്. നല്ല മൂഡിലിരിക്കുമ്പം വന്ന് സാറേ അതൊന്ന് ഒപ്പിട്ട്, ഞാൻ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ PR കൊണ്ട് കൊടുക്കും, അയാൾ വിസ ഇടും. അവൻ ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ വന്ന് ജോലിക്ക് അവിടെ കയറും. എന്ന് പറഞ്ഞ പോലെയാണ് സിനിമയ്ക്ക് കഥ പറയാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർ. കാര്യം കഥ കേൾക്കാനിരുന്നാൽ ഞാൻ നമ്മുടെ ജീവിതം മുഴുവൻ തീരും. അന്നേരം ഇത് ചിലപ്പം നല്ല എന്തൊക്കെ സിനിമകൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഇപ്പം ലോകയുടെ കഥ വരെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അല്ല, അത് കോവിഡിന് തൊട്ട് മുമ്പായിരുന്നു. അന്ന് ഇത്രയും ഡെവലപ്ഡ് അല്ലായിരുന്നു ഈ കഥ. ഓക്കെ, മഞ്ഞുമൽ ബോയ്സിൻ്റെ 50% പാർട്ണറാകാൻ വേണ്ടി സൗബിൻ എന്നെ ഒത്തിരി നിർബന്ധിച്ചാണ്. സൗബിൻ കമ്പനി നിർബന്ധിച്ചാണ്. ഞാനത് ചെയ്യുമായിരുന്നെങ്കിൽ എൻ്റെ ലാഭം എന്തുമാത്രം ഉണ്ടായിരുന്നു. അതുപോലെ ഏതൊക്കെ സിനിമകളുണ്ട് ഇതുപോലെ സാർ ഒഴിവാക്കിയെന്ന് വെച്ചാൽ പല കാരണങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത്, ഞാൻ നമ്മുടെ കയ്യിൽ ആ സമയത്ത് പൈസ വേണം. എനിക്ക് പൈസ കടം ചോദിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അന്നേരം നമ്മുടെ കയ്യിൽ ആ സമയത്ത് കാശ് വേണം. ഇപ്പം എൻ്റെ സിനിമയിലെ സെറ്റ് ജോലി ചെയ്തവരോട് ചോദിക്കാം, ഒരാൾക്ക് പോലും കാശ് കൊടുക്കാൻ എല്ലാവർക്കും നമ്മൾ കാശ് കറക്റ്റ് തീർത്ത് കൊടുത്തു വിടും. ഒരു മനുഷ്യൻ പോലും സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ കാശ് വേണം, GST വേണം, TDS കിട്ടാറുണ്ടെന്ന് പറഞ്ഞ് വരത്തില്ല. അന്നേരം ഞാൻ അതുകൊണ്ട് എൻ്റെ ഈ കാശ് വെച്ചുകൊണ്ട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അന്നേരം ഇതെല്ലാം ഒരു സമയത്തിൽ നടക്കുന്ന ഇതാണ്. ഡൊമിനിക് അന്ന് കഥ പറയാൻ വന്നില്ലേ, അന്ന് ലോകേനെ കുറിച്ച് എന്തൊക്കെയാണ് ഡൊമിനിക് പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് ഓർക്കുന്നില്ല. കാരണം ഡൊമിനിക്ക് കഥ പറയാൻ വന്നു എന്ന് എന്നോട് ഈ കോവിഡൊക്കെ ഞാനിപ്പം പറയും, ഈ ലോക എന്ന് പറയുന്ന സിനിമ ഞാൻ എടുത്താൽ ചിലപ്പം വിജയിക്കണമെന്നില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെയൊക്കെ ഇതൊക്കെ നമ്മൾ നല്ല പായസം ഉണ്ടാക്കാൻ നല്ല കൂട്ട് വേണമെന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു എല്ലാവരും കൂടെ കൂടുന്ന ലക്ക. സന്തോഷ് ടിക്കറ്റിലൂടെ ലക്കം കൊണ്ട് മാത്രം സന്തോഷ് ടിക്കറ്റിലൂടെ സിനിമ വിജയിക്കത്തില്ല. ആ സിനിമ വിജയിക്കണമെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഡയറക്ടർക്ക് ലക്ക് കാണണം, അഭിനയിക്കുന്ന ആൾക്ക് ലക്ക് കാണണം, എല്ലാവരുടെയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. ഇപ്പം ഇനി വരാനുള്ളത് ബൾട്ടിയാണ്. അതെ,
അതിന് പിന്നാലെ രാജേഷ് മാധവൻ. പെണ്ണും പൊറോട്ടും. ഇപ്പോൾ എത്ര പടം ഓണാവാൻ റെഡി ആയിട്ടുണ്ട്? ഈ 2 ഉള്ളൂ. ആണോ? വേറെ പടത്തിന് അഡ്വാൻസ് കൊടുത്തു? ഇല്ലില്ല, ഞാൻ ഒരു കൊല്ലം ഒരു പടമാണ് സാധാരണ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം ഞാൻ ആഫ്രിക്കയിൽ പല ബിസിനസ്സുകളിലേക്ക് കയറിയുകൊണ്ട് പഴയ പോലെ ഗൾഫിൽ നിന്ന് ഓടി വരുന്ന പോലെ ഓടി വരാൻ ഒക്കുന്നില്ല. പിന്നെ പ്രായവും കൂടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതുകൊണ്ട് ഞാനൊരു ഇച്ചിര ബ്രേക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ട് ഇരിക്കുകയാണ്. പക്ഷേ അത് നടപടി ഉണ്ടാവും തോന്നുന്നില്ല. കാരണം ഇവിടെ വെച്ചാലും ആരെങ്കിലും വന്ന് നല്ല കഥ പറയും, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ അതിൻ്റെ പുറകെ പോകും. അപ്പോൾ എന്തായാലും താങ്ക് യു സാർ, എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. താങ്ക് യു.